ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിലുണ്ടായ വൻ തിക്കിലും തിരക്കിലും പെട്ട് സ്ത്രീ മരിച്ച സംഭവത്തിൽ തെലുങ്ക് സൂപ്പർ താരം അല്ലു അർജുന് കോടതി സമൻസ് അയച്ചു. നാളെ ഹൈദരാബാദിലെ നമപ്പള്ളി കോടതിയിൽ നേരിട്ട് ഹാജരാകാനാണ് താരത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിൽ പുഷ്പ 2 എന്ന സിനിമയുടെ പ്രീമിയറിനിടെ തിക്കിലും തിരക്കിലും പെട്ട ഒരു സ്ത്രീ മരിച്ച സംഭവത്തിൽ തെലുങ്ക് നടൻ അല്ലു അർജുനും മറ്റു പ്രതികളും ഹാജരാകാൻ സിറ്റി കോടതി സമൻസ് അയച്ചു. 22-ന് നേരിട്ട് ഹാജരാകാനാണ് നിർദ്ദേശം. കേസുമായി ബന്ധപ്പെട്ട് ഹൈദരാബാദ് പോലീസ് നേരത്തെ 23 പേർക്കെതിരെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. കുറ്റപത്രത്തിൽ തിയേറ്റർ ഉടമ, പങ്കാളികൾ, മാനേജർ, ലോവർ ബാൽക്കണി ഇൻചാർജ്, ഗേറ്റ് കീപ്പർ എന്നിവരെ 1-ാം നമ്പർ പ്രതികളാക്കി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം അല്ലു അർജുൻ 11-ാം നമ്പർ പ്രതിയാണ്. 2024 ഡിസംബർ 4-ന് തിയേറ്ററിൽ പുഷ്പ 2 എന്ന സിനിമയുടെ പ്രദർശനത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് 35 വയസ്സുള്ള സ്ത്രീ മരിക്കുകയും അവരുടെ 8 വയസ്സുള്ള മകന് പരിക്കേൽക്കുകയും ചെയ്തതിനെ തുടർന്നാണ് അല്ലു അർജുൻ അറസ്റ്റിലായത്. വലിയ വാർത്താ പ്രാധാന്യം നേടിയ സംഭവമായിരുന്നു ഇത്. സംഭവത്തെ തുടർന്ന് മരിച്ച സ്ത്രീയുടെ കുടുംബം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചിക്കറ്റ്പള്ളി സ്റ്റേഷനിൽ ഭാരതീയ ന്യായ സംഹിതയുടെ വിവിധ വകുപ്പുകൾ പ്രകാരം അല്ലു അർജുനും അദ്ദേഹത്തിന്റെ സുരക്ഷാ സംഘത്തിനും തിയേറ്റർ മാനേജർക്കുമെതിരെ സിറ്റി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. കേസിൽ 2024 ഡിസംബർ 13-ന് അല്ലു അർജുൻ അറസ്റ്റിലായി. തെലങ്കാന ഹൈക്കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചതിന് തൊട്ടടുത്ത ദിവസം അദ്ദേഹത്തെ വിട്ടയച്ചിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് സ്ഥിരം ജാമ്യം ലഭിച്ചു. അല്ലു അർജുനും പുഷ്പ 2-ന്റെ നിർമ്മാതാക്കളും ആൺകുട്ടിയുടെ കുടുംബത്തിന് സാമ്പത്തിക സഹായം നൽകിയിരുന്നു. തെലങ്കാന സർക്കാരും കുടുംബത്തിന് സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.